So today I'm trying something completely new. Actually, it's my very first time making a plant style cake. ഞാൻ ഇമാജിൻ ചെയ്ത പോലെ എക്സാക്ട്ലി അത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷേ ഞാൻ എന്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് 8 out of 10 ആണ് കൊടുക്കുന്നത്. ആൻഡ് നൗ ഇറ്റ്സ് യുവർ ടേൺ ടു റേറ്റ് ഇറ്റ് ഡൗൺ വൺസ് ഇറ്റ്സ് 10. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് പ്ലാന്റ് സ്റ്റൈൽ കേക്ക് ടേൺസ് ഔട്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീ കപ്പാണ്. അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു റെഡ് കപ്പാണ് ചൂസ് ചെയ്തത്. അതിനുശേഷം ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ വെച്ച് നിങ്ങൾക്ക് ഇതൊന്ന് ഡബിൾ ബോയിലിങ്ങോ അല്ലെങ്കിൽ അവൻ യൂസ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ പോട്ട് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് നമ്മൾ ഈ ഒരു പേപ്പർ കപ്പിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോട്ടിലേക്കുള്ള ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഗ്രീൻ ഫുഡ് കളർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇതിന്റെ മുകളിലേക്ക് കോട്ട് ചെയ്തതിന് ശേഷമായിട്ട് നമുക്ക് 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ചില്ലായിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ലീവ്സും ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതെടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, ബിക്കോസ് ഇറ്റ് ക്യാൻ ബ്രേക്ക് ഈസിലി. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് പോട്ടിലേക്ക് ചോക്ലേറ്റ് കേക്ക് ഫില്ല് ചെയ്തതിന്റെ ശേഷം സോയിൽ ടെക്സ്ചറിന് വേണ്ടിയിട്ടായിട്ട് ആ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ക്രംബിൾ ചെയ്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ലീവ്സും കൂടി ടോപ്പിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പ്ലാൻ പോട്ടൊക്കെ പോലെ തോന്നില്ലേ? അപ്പോൾ ഒരു പെർഫെക്റ്റ് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ആൻഡ് കോഫി അല്ലേ? അതുകൊണ്ട് നമുക്കൊരു കോൾഡ് കോഫി ഒക്കെ ആവാം. ആൻഡ് നൗ എവറിത്തിങ് ഇസ് റെഡി. അങ്ങനെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി വിത്ത് ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട്.